What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Current Channel. അങ്ങനെ ചെൽസി വേഴ്സസ് ടോട്ടനം 1-0 ജയത്തിന്റെ മാച്ച് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലുതായിട്ട് അധികം അങ്ങനെ വലിച്ചു നീട്ടി അങ്ങനെ മാച്ച് റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല, കാരണം ജയിച്ചു, 3 പോയിന്റ് നമ്മൾ കരസ്ഥമാക്കി, വീണ്ടും ടോപ്പ് 4 സ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആൻഡ് ആസ് ഓഫ് നൗ nothing else matters. Trust us and I find in you. സോറി, മെറ്റാലിക്കയുടെ റേഞ്ചിലേക്കൊക്കെ അങ്ങോട്ട് പോയി. കമ്മിങ് ബാക്ക് ടു ദ ഡിസ്കഷൻ, അങ്ങനെ മൊത്തത്തിൽ കളി വിലയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് വി വെർ എ ബെറ്റർ ടീം. പിന്നെ പറയുന്ന പോലെ ചെൽസിക്ക് 101 പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ ബീറ്റിംഗ് ടോട്ടനം അത് നമുക്കൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ വീണ്ടും നമ്മൾ അവന്മാരെ തോപ്പിച്ചു. അപ്പോൾ ഇറ്റ് വാസ് അൺഎക്സ്പെക്ടഡ്, നമ്മൾ ജയിക്കേണ്ട ഒരു കളി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഹോം ഗ്രൗണ്ടിൽ കൂടെ തന്നെയായിരുന്നു. വി വെർ എ ബെറ്റർ ടീം, വി വെർ എ ഡോമിനന്റ് ടീം. ഇൻഡിവിജ്വൽ പ്ലെയർ റേറ്റിംഗ്സിലേക്കൊക്കെ ഞാൻ വരാം, പക്ഷെ വി വെർ എ ഡോമിനന്റ് ടീം. ടോട്ടനം ആക്ച്വൽ ത്രെറ്റ് ചെൽസി പോസ്റ്റിന് ഉണ്ടാക്കിയത് അവരുടെ 89ാമത്തെ മിനിറ്റിൽ അങ്ങാണ്ടായിരുന്നു. അതല്ലാണ്ട് അവർ കാര്യമായിട്ട് വേറെ ത്രെട്ടൊന്നും ഉണ്ടാക്കിയില്ല. സോണിനൊന്നും കാര്യമായിട്ടൊന്നും അറ്റാക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. സൊലാങ്കിയൊക്കെ വെറുതെ ഇങ്ങനെ കറങ്ങിയടിച്ച് അളക്കുകയായിരുന്നു. വലിയ അങ്ങനെ ഇൻവോൾവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ അവരുടെ ടീം ഭയങ്കര ഷോക്കായിരുന്നു. വി വർ ബെറ്റർ. നമ്മുടെ ഗെയിം ഫ്ലോ ഒക്കെ കാണാൻ കുറച്ചും കൂടെ രസമുണ്ട്. നമ്മൾ അത്യാവശ്യം ചാൻസസ് ഒക്കെ കുറച്ച് ക്രിയേറ്റ് ചെയ്തു. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഗോൾ കൺവേർട്ട് ചെയ്യാമായിരുന്നു. ഫൈനലി 16 പ്രീമിയർ ലീഗ് മത്സരത്തിന് ശേഷം കോൾ പാൽമറിന്റെ ഒരു ബ്യൂട്ടിഫുൾ അസിസ്റ്റ്, എൻസോ ഫെർണാണ്ടസിന്റെ ഒരു നല്ലൊരു ഹെഡർ, കോൾ പാൽമർ കുറെ കൂടെ കാമൻ കമ്പോസ്റ്റ് ഒക്കെ ആയിട്ടിരുന്ന പോലെ തോന്നി. മൊത്തത്തിൽ ഗെയിം വിലയിരുത്തുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ വെൽ ഡിസേർവ്ഡ് അല്ല, ഒരു ഡിസേർവ്ഡ് വിക്ടറി. ഇനി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു, തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെയും ചെയ്യാനുണ്ടെങ്കിൽ തന്നെ മൊത്തത്തിൽ പ്ലേയേഴ്സ് നല്ലോണം വെൽ റെസ്റ്റഡ് ആണ് എന്നുള്ളത് കണ്ടറിയാൻ പറ്റും. മൊത്തത്തിലൊരു എനർജി ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തിന് ടോട്ടനം ഒരു ഗോൾ അടിക്കുകയും ചെയ്തു, പക്ഷെ ആ ഗോൾ ഡിസലൗഡ് ആയിരുന്നു. ബിക്കോസ് കൈസോഡിന്റെ മേലൊരു ഫൗൾ ഉണ്ടായിരുന്നു. ചെൽസി ഒരു ഗോൾ അടിച്ചു, കൈസോഡിന്റെ ഒരു റോക്കറ്റ് ഒരു ഗോൾ, പക്ഷെ അത് ഡിസലൗഡ് ആയിപ്പോയി, കാരണം കോൾവിൽ ആ സമയത്ത് ഓഫ് സൈഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ 1-2 ചെറിയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജാക്സൺ ആദ്യത്തെ 2ാമത്തെ മിനിറ്റിൽ തന്നെ ഒരു ഷോട്ടൊക്കെ, ഒരു ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ സാൻചോന്റെ ഒരു ഷോട്ട് അവരുടെ ഗോൾ കീപ്പർ വിക്കാറിയോ സേവ് ചെയ്തു. പിന്നെ നമ്മുടെ സാൻചസിന് സത്യം പറഞ്ഞാൽ മണ്ടത്തരം കാണിക്കാനൊന്നും അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷെ കിട്ടിയ ഒരു അവസരത്തിൽ അവൻ ഗോൾ കൺസീഡ് ചെയ്തു. പക്ഷെ ഭാഗ്യത്തിന് അത് കൈസോഡിന്റെ മേലിൽ ഫൗൾ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ പ്ലെയർ റേറ്റിംഗ്സിലേക്ക് വരാം. എന്നിട്ട് പ്ലെയർ റേറ്റിംഗ്സിൽ കൂടെ ബാക്കി മത്സരത്തെ കുറിച്ച് നമുക്ക് വിവരിക്കാം. അപ്പൊ ആദ്യം തന്നെ സാൻചസിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവനെ നമ്മൾ വെട്ടിവെച്ച് കൊല്ലുകയും ചെയ്യും, അതിനുശേഷം പിന്നെ നമുക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കാനും തോന്നും. കാരണം അവരൊരു ഓഫ് സൈഡ്, അവരൊരു ഫൗൾ ചെയ്തൊരു ഗോൾ അടിച്ചു. ആ ഗോൾ സ്ട്രേറ്റ് അവന്റെ സാൻചസിന്റെ കയ്യിൽ, സാൻചസ് തട്ടി പോസ്റ്റിലേക്ക് ഇട്ടാണ്. പക്ഷെ അവസാനത്തെ 89ാമത്തെ മിനിറ്റിൽ ഒരു സേവ് ഉണ്ടായിരുന്നു, എന്റെ പൊന്നു മച്ചാനെ. അതായത് അവര് റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് വന്ന് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് ഒരു ബോള്, ആ ബോൾ നേരെ സോണ് സ്ലൈഡ് ചെയ്ത്, അപ്പൊ ഞാനത് ആ ക്രോസ് വന്നപ്പോഴും സോണ് സ്ലൈഡ് ചെയ്തപ്പോഴും നമ്മൾ ഉറപ്പിച്ച് അത് പോസ്റ്റിന്റെ ഉള്ളിലേക്ക് തന്നെയുള്ള പോക്കാണെന്നുള്ളത്. പക്ഷെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് സാൻചസ് അപ്പുറത്തുനിന്ന് ഒരു വലിയൊരു ചാട്ടം ചാടിയത് ഒരു സ്റ്റോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ടോപ്പ് സേവ് സാൻചസിന്റെ, പറയാണ്ടിരിക്കാൻ വയ്യ. പക്ഷെ അത് മാത്രമേ ഉള്ളൂ അവന്റെ, അതാണ് കുഴപ്പം. ഇടയ്ക്ക് ഇതുപോലെ ഷോർട്ട് സ്റ്റോപ്പറിന്റെ കേസിൽ അവൻ വേറെ ലെവലാണ്, പക്ഷെ കിളി പോണ സമയം എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അടിപൊളി ഒരു ഷോർട്ട് സ്റ്റോപ്പ് സേവ് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് പിന്നെ സാൻചസിന് വേറെ കുറ്റം പറയാനൊന്നുമില്ല. മിസ് പാസസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ബെഹ്ലി പിടിച്ച മൊമെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ടോട്ടനം അങ്ങനെ കാര്യമായിട്ട് അറ്റാക്ക് ചെയ്തില്ല. സോ സാൻചസ് ഹാഡ് എ ഡീസന്റ് ഗെയിം. അതൊരു ഓഫ് സൈഡ് ഗോൾ ഓഫ് സൈഡ് അല്ല, ഫൗൾ ഗോൾ ആയതുകൊണ്ട് നമുക്ക് അത് കൺസിഡർ ചെയ്തല്ല എന്നുണ്ടെങ്കിൽ ഒരു 7/10 പറയാം. ഞാൻ ഗോൾ എങ്ങാനും കൺസിഡർ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ അവന്റെ നെഞ്ചത്തെ കൂടെ കയറി ഒട്ടിച്ച് പേസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചേനെ. കോൾവിൽ ചാലബ ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. ഞാൻ കോൾവിലിനെ നല്ലോണം വിമർശിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നത്തെ കളിയിൽ കോൾവിൽ ചാലബ രണ്ടുപേരും ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. കുക്കുറയ വാസ് ഗുഡ് ആസ് യൂഷ്വൽ. ഗുസ്തോ ഡീസന്റ്, എക്സെപ്ഷൻ എന്ന് പറയാനില്ല. കൈസഡോ അഗൈൻ എൻജിൻ ബ്രില്യന്റ്, അബ്സല്യൂട്ട്ലി ബ്രില്യന്റ് അഗൈൻ. അവർ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഗോള് ഡിസലൗഡ് ആയിരുന്നു. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു റോക്കറ്റ് ഗോൾ ആയനെ. എൻസോ ഫെർണാണ്ടസ് നമ്മുടെ ഗോൾ സ്കോറർ, ഗുഡ് ഗെയിം, ഡീസന്റ് ഗെയിം. കോൾ പാൽമർ എനിക്ക് തോന്നുന്നു ഭയങ്കര റിഫ്രഷ് ആയിട്ട് കളിക്കുന്നുണ്ട്, ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ്. മറ്റേത് ആ ബ്രേക്കിനൊക്കെ മുമ്പ് എല്ലാ ഷോട്ടും ഗോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. ഇത് അങ്ങനെയല്ല, അത്യാവശ്യം നല്ലോണം പാസ് ചെയ്തു, അസിസ്റ്റ് കൊടുത്തു. അതിനു മുമ്പ് ഒരു അസിസ്റ്റ് ഉണ്ടാവേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നല്ലൊരു ഷോട്ട് എടുത്തു. ഓവറോൾ കോൾ പാൽമർ ലുക്സ് ബാക്ക്. അതായത് ആ ഒരു കാം സെൻസ് ഓഫ് കോൾ പാൽമർ കാണായിരുന്നു. ഒരു അവസരം ഉണ്ടായിരുന്നു നെറ്റോന് പാസ് കൊടുക്കാനൊക്കെ, ഒരു ത്രൂ ബോൾ കൊടുക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ മിസ് ചെയ്തു, കുഴപ്പമില്ല, പോട്ടെ എന്ന് നമുക്ക് പറയാം. ജാക്സൺ ഹാഡ് എ ഡീസന്റ് ഗെയിം. അത്യാവശ്യം നല്ല മറ്റേ ജാക്സന്റെ പഴയ റൺസ് ഒക്കെ കാണാനിടയുണ്ടായി. അത്യാവശ്യം ഹൈ പ്രസ് ഒക്കെ ചെയ്തു. ഹി ഹാഡ് എ ഡീസന്റ് ഗെയിം. പെഡ്രോ നെറ്റോ 1-2 നല്ല ക്രോസസ് ഉണ്ടായിരുന്നു ഓവറോൾ, പക്ഷെ കാര്യമായിട്ട് ഇമ്പാക്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ചില സമയത്തൊക്കെ അവന് സുഖമായിട്ട് 1-on-1 എടുക്കാമായിരുന്നു. 1-on-1 നമ്മൾ എടുക്കുന്നത് കണ്ടേയില്ല.
അങ്ങനെ ഒട്ടും ഇമ്പാക്റ്റീവ് എന്ന് പറയാനില്ല. പക്ഷെ എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും പെട്രോനെറ്റോന്റെ ഇമ്പാക്ട് ഒന്നും ഉണ്ടായില്ല. പക്ഷെ അട്ടർ ബട്ടർ ശോകം, വൻ ശോകം സാൻചോ ആയിരുന്നു. എന്റെ പൊന്നളിയ, ഇവന് ഷോട്ട് എടുക്കാനും അറിയില്ല. അവന് ഒരു ഷോട്ട് അവസാനം എടുത്തു കേട്ടോ, അടിപൊളി ഷോട്ട് എടുത്ത ഒരു വിക്കാറിയോന്റെ ബ്രില്യൻസ് ചെയ്യുമായിരുന്നു. അതല്ലാണ്ട് അവന് എത്ര അവസരങ്ങൾ 1-on-1 കിട്ടിയെന്നറിയോ? അതൊക്കെ കൊണ്ടേ കുളമാക്കി ചളമാക്കി. അവനൊരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സാൻചോന്റെ മേൽ. ആ പ്രതീക്ഷ തകർന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഐ തോട്ട് മേ ബി ഹി മൈറ്റ് റിയലി ഷോ സം സ്പാർക്ക്. അട്ടർ ബട്ടർ ശോകം. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തിരിച്ച് തന്നെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് മുട്രിക്കൊക്കെ അവൈലബിൾ ആയിരുന്നെങ്കിൽ അവൻ എന്തോരം ചാൻസസ് കിട്ടണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഗതികേട്. സാൻചോ വാസ് റിയലി പോർ. പിന്നെ റീസ് ജെയിംസ് കുറച്ചു നേരം വന്നു ഗെയിം കളിക്കാൻ, ടോസൻ കുറച്ചു നേരം വന്നു കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ കാര്യമായിട്ട് വേറെ കുറിച്ച് ആരൊന്നും പറയാനൊന്നുമില്ല. നോണി മാഡുവൊക്കെ വന്നു, ആദ്യം വന്നൊരു ചെറിയ ടേക്ക് ഓൺ ചെയ്തു. മൊത്തത്തിൽ നമ്മുടെ ടീം എല്ലാവരും തിരിച്ചൊരു വരവുണ്ട്. അങ്ങനെ നമ്മൾ പിടിച്ചു നിന്നു. കളി 1-0, 3 പോയിന്റ് നമ്മൾ കരസ്ഥമാക്കി. അതോടെ തന്നെ ടോപ്പ് 4ലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ള രീതിയിൽ. സോ ഓവറോൾ യെസ്, ഗുഡ് ഡീസെന്റ് വിക്ടറി. സന്തോഷിക്കുകയാണ്. വേറെ അങ്ങനെ നിങ്ങൾ ഉറക്കം വിളിച്ച് കളി കണ്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വലുതായിട്ടൊന്നും മിസ് ചെയ്യാനൊന്നും ഉണ്ടായില്ല. അങ്ങനെ എൻ ടു എൻ ഗെയിം ഒന്നും ആയിരുന്നില്ല. നമ്മുടെ ടോട്ടർണമെന്റ് ഒക്കെ ഉള്ള മത്സരങ്ങൾ പോലെയൊന്നും ആയിരുന്നില്ല. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ആ ഒരു ഉഷാർ ഉണ്ടായിരുന്നു എന്ന് ഒഴിച്ചല്ലാണ്ട് പിന്നീടൊക്കെ വെൽ കൺട്രോൾ, വെൽ മാനേജ് ഒരു ഗെയിം തന്നെയായിരുന്നു. ഹാപ്പി ടു സീ ദിസ് റിസൾട്ട്. ഇനി വരാൻ പോകുന്ന റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് എഫ് എസ് കെ ഫ്രം ചെൽസി കാരൻ.